ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ദാസനാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ 8 നില പൊട്ടിയതിനു ശേഷം ഏകാധിപത്യ മൈൻഡ് സെറ്റിൽ നിന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളുടെ ദാസനാവുന്ന വിചിത്രമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അടവും അഭ്യാസവും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത്? മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ചവന്റെ തലയടിച്ച് പൊട്ടിച്ച നാട്ടിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ആ അടിച്ചു പൊട്ടിച്ചതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ മൈക്ക് കംപ്ലൈന്റ് ആയതിന് മൈക്ക് ഓപ്പറേറ്ററിനെതിരെ കേസെടുത്ത നാട്ടിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നവകേരള സദസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ മുഖ്യമന്ത്രി ഒരു ബസ്സിൽ സഞ്ചരിച്ചു. ആ ബസ് കടന്നു പോകാൻ വേണ്ടി കേരളത്തിലെ പല സ്കൂളിനെയും മതില് പൊളിച്ച നാട്ടിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഒരു സ്കൂളിൽ പോയി കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മതി അത്രയൊക്കെ മതി എന്ന് കലിപ്പിൽ മറുപടി കൊടുത്ത മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഏകാധിപത്യ മൈൻഡ് സെറ്റിൽ നിന്ന മുഖ്യമന്ത്രി എത്ര പെട്ടെന്നാണ് തെരഞ്ഞെടുപ്പ് ഒരു തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം